നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും മുന്നണികൾ കടക്കുകയാണ്. പ്രചാരണത്തിലേക്കും 5 സീറ്റ് ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പതിവ് പോലെ ഇടതുമുന്നണി പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. വോട്ടെടുപ്പിന് 24 ദിവസം മാത്രം ബാക്കിയുള്ളതിനാൽ തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സജീവമാകാനാണ് UDFന്റെ ശ്രമം. BJPയുടെ ആദ്യഘട്ട പട്ടിക നാളെ പ്രഖ്യാപിക്കും. ഇന്നു മുതൽ 23 വരെ പത്രിക സമർപ്പിക്കാം. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയുടെ ഒരു ആദ്യ ലാപ്പ് പ്രകടനം വളരെ പ്രധാനമാണ്. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, അതിനുശേഷം കളത്തിലിറങ്ങും. എന്നാലും നമുക്കറിയാം, ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും റോഡ് ഷോ അടക്കം നടത്തി വരവറിയിച്ചു കഴിഞ്ഞു. അത്ഭുതങ്ങളില്ലാത്തൊരു പട്ടികയുമാണ്. എന്താണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണോ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്തായാലും ഇന്നത്തെ ഒരു പകൽ ദിനം വളരെ നിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കേരളത്തിൻ്റെ വരുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കേരളം ആ രാഷ്ട്രീയ ചൂടിലേക്ക് കടക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഒരുപക്ഷെ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടിയും അമ്പരപ്പുണ്ടാക്കിയ ഒരു കാര്യം ഈ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പ്രചരണത്തിന് ലഭിക്കുന്നു എന്നതാണ്. അത് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല എന്നതാണ്. ഇന്ന് 16-ാം തീയതിയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നോമിനേഷൻ സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ ആ നിർണായക ചർച്ചകൾ പൂർത്തിയാക്കണം. UDF ഇത്തവണ നേരത്തെ ഒരുങ്ങുമെന്ന് പറഞ്ഞു, പക്ഷേ അവർക്ക് അവസാനം ചില തർക്കങ്ങൾ വന്നു. എന്തായാലും ഇടതുമുന്നണി ഇന്നലെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതായത് കേരള കോൺഗ്രസിൻ്റെ ഒഴികെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഒഴികെയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ ഏറെക്കുറെ ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM ചില സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ട്. അതിൽ അവർക്ക് ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പതിവ് പോലെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് പോലെ ഇടതുമുന്നണി നേരത്തെ ഒരുങ്ങുന്നു, അവർ നേരത്തെ പ്രചരണ രംഗത്തിറങ്ങുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസും BJPയും ഒക്കെ വരുന്നു. ഇതാണ് നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതികൾ. അതുപോലെ തന്നെയാണ് ഇത്തവണയും സംഭവിക്കുന്നത് എന്നതാണ്. പക്ഷേ ഈ ചർച്ചകളൊക്കെ പൂർത്തിയാക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇനി അങ്ങോട്ട് നെഞ്ചിടിപ്പേറ്റുന്നത് എന്നതാണ് സാഹചര്യം. കാരണം ഈ വിവാദങ്ങൾ ഒഴിവാക്കി ഈ തർക്കങ്ങൾ പരിഹരിച്ചു വേണം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ അവിടെ ഇതൊന്നും ബാധകമാവരുത് എന്നതാണ് വെല്ലുവിളി. ഇടതു ക്യാമ്പിന് പ്രതീക്ഷകളുണ്ട്. മൂന്നാമതും ഒരു ഇടതുമുന്നണി സർക്കാർ വരും എന്ന പ്രതീക്ഷയിൽ അവർ ഇന്നലെ തന്നെ റോഡ് ഷോയ്ക്കായിട്ട് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇന്നലെ നമ്മൾ കണ്ട ഒരു സാഹചര്യം. എന്തായാലും ആ ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കുറഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു പ്രഖ്യാപനം മുന്നണികൾ ആരും പ്രതീക്ഷിച്ചതല്ല. അല്പം കൂടി സമയം കിട്ടും എന്ന് കരുതിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തിരക്കിട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പകൽ ദിനം നിർണായകമാണ്. നമുക്ക് നോക്കാം, ഇന്നത്തെ പകൽ ദിനം നമുക്ക് പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ്. ഒന്ന്, CPMൻ്റെ പട്ടികയ്ക്ക് അല്പം കൂടി ഒരു വ്യക്തത, ഈ അവശേഷിക്കുന്ന ഇടങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റുകൾ ഇടതുമുന്നണിയുടെ തിരുവനന്തപുരം മണ്ഡലവും ഒപ്പം തന്നെ കോവളം മണ്ഡലവും, അതിൽ ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. അതിനൊരു പരിഹാരം CPMന് കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 13 സീറ്റ് ഇത്തവണ അവർ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല നിലവിലെ ധാരണ പ്രകാരം. അങ്ങനെയെങ്കിൽ ഈ തിരുവനന്തപുരം മണ്ഡലം അവസാന നിമിഷം വിട്ട് നൽകിക്കൊണ്ടുള്ള എന്തെങ്കിലും ധാരണയോ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ? കാരണം ആന്റണി രാജു കളത്തിലില്ല. അപ്പോൾ അത്തരം ആലോചനകൾ നടക്കുമോ എന്ന് ഇടത് ക്യാമ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില വ്യക്തതകൾ ഇന്ന് നമ്മൾ ഉണ്ടാകുമെന്ന് കരുതാം. ഒപ്പം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നേരിയ ചില കല്ലുകടികൾ ഇപ്പോഴും ഇടതു മുന്നണിയിലുണ്ട്. ഒന്ന്, PK ശ്യാമളയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. അത് പൊതുവിൽ ഇടത് സൈബർ ഇടങ്ങളിൽ പോലും വിമർശനത്തിന് ഇടവെച്ച കാര്യമാണ്. അത് ഇനി അങ്ങോട്ടേക്ക് പ്രകടമാകുമോ, അതല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നീക്കമുണ്ടാവുമോ? ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പകൽ ദിനം. നമുക്ക് സാധാരണ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും സജിത്ത്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ പിന്നീട് വിമർശനങ്ങൾ ഉന്നയിച്ചു പോകുന്നതൊന്നും നേതാക്കളായാലും ഇടതുമുന്നണിയിൽ പതിവില്ല. പതിവിന് വിപരീതമായി ഇത്തവണ സംഭവിക്കാനും സാധ്യതയില്ല. മറ്റൊന്ന്, ഇനി പ്രഖ്യാപിക്കാനുള്ള സ്വതന്ത്രന്മാരാണ്. അത് 5 സീറ്റുകളിൽ കൂടി പ്രഖ്യാപനം വരാനുണ്ട്. അതിൽ പ്രധാനം പാലക്കാടാണ്. പാലക്കാട് വീണ്ടും ഒരു സ്വതന്ത്രനെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലം LDFന്റെ ഭാഗത്ത്, CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം. അത് ഇന്നോ നാളെയോ ഒരുപക്ഷെ സംഭവിച്ചേക്കുമെന്ന് കരുതാം, അല്ലേ? അങ്ങനെ കരുതണം രഞ്ജിത്ത്. കാരണം പാലക്കാട് സീറ്റിനൊരു പ്രത്യേകത, അവിടെ രാഹുൽ മാങ്കൂട്ടം ഒഴിയുന്ന സാഹചര്യമാണ് ഇടതുമുന്നണിക്ക് പുതിയൊരു സാധ്യത ഉണ്ടാക്കുന്നത്. കാരണം മൂന്നാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ പാലക്കാട് CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയം അവിടുത്തെ ജയപരാജയത്തിൽ നിർണായകമാണ്. ഒരുപക്ഷെ ഇത്തവണ അതിനും അപ്പുറം ഒരു പ്രതീക്ഷ ഒരുപക്ഷെ CPM മുന്നിൽ കാണുന്നുണ്ടാവാം. അപ്പോൾ UDFൻ്റെയും ഒപ്പം BJPയുടെയും ധാരണ എന്ത് എന്ന് കണ്ടറിഞ്ഞതിന് ശേഷം ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണോ CPMൻ്റെ നീക്കമെന്ന് വേണം ആലോചിക്കാൻ. അങ്ങനെയെങ്കിൽ ആരാവും
സ്ഥാനാർത്ഥി എന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് രണ്ട് മുഖങ്ങൾ. ഒന്ന്, ഈ PR സരിൻ ഇത്തവണ സീറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ സരിനെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കുമോ എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവണം. കഴിഞ്ഞ തവണ ബൈ ഇലക്ഷനിൽ നമുക്കറിയാം സരിൻ കോൺഗ്രസ് ക്യാമ്പ് വിട്ട് CPM-നൊപ്പം ചേർന്നതാണ്. അപ്പോൾ സരിൻ അത്തരമൊരു പരിഗണന പാലക്കാട് തന്നെ ഇത്തവണ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വരുമോ എന്ന ചോദ്യമാണ്. നികേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നികേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടില്ല. ഇതാണ് ഇടതുമുന്നണിയുടെ ചിത്രം. എന്തായാലും പാലക്കാട് അടക്കമുള്ള അവശേഷിക്കുന്ന ഇടങ്ങളിലെ സസ്പെൻസ് ഒരുപക്ഷെ ഇന്ന് തന്നെ CPM വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം അതിൽ നിർണായകമാവുന്നത് കോൺഗ്രസിൻ്റെയും ഒപ്പം BJP-യുടെയും പ്രഖ്യാപനം എന്നതാണ്. കോൺഗ്രസിനെ കുഴയ്ക്കുന്ന കുറേ തർക്കങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. ഇന്നത്തെ ഒരു പകൽ ദിനം സ്വാഭാവികമായി ആ തർക്കങ്ങൾക്ക് പരിഹാരം കാണാനായിരിക്കും അവർക്ക് ശ്രമം. രണ്ട് വെല്ലുവിളികളാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. ഒന്ന്, ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തിൽ ഇതുവരെ ധാരണ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ ജോസഫ് ഗ്രൂപ്പ് ഉടക്കി തന്നെയാണ് അവർക്ക് ആ തരത്തിലുള്ള ഒരു പരിഗണന നൽകാൻ എങ്ങനെ അവരെ ഒപ്പം നിർത്തി കൊണ്ടുപോകുമെന്നൊരു കുഴയ്ക്കുന്ന വിഷയമുണ്ട്. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം ഇന്ന് തന്നെ കണ്ടെത്തേണ്ടി വരുമെന്നൊരു വിഷയമുണ്ട്. ഒപ്പം ലീഗിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മാറി മത്സരിക്കുന്നു എന്ന സൂചനയുണ്ട്. ഇന്നത്തെ ലീഗ് യോഗം നിർണായകമാണ്. ഒരുപക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ലീഗ് അടക്കും. ലീഗുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണകളൊന്നും ഉണ്ടാവാനില്ല. അത് നേരത്തെ തന്നെ കോൺഗ്രസിൽ ഉണ്ടായിക്കഴിഞ്ഞതാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെ ലീഗ് മത്സരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ ലീഗിൻ്റെ പ്രഖ്യാപനമാണ് നിർണായകമാവുന്നത്. ആരെങ്കിലും മാറ്റുമോ, ആരെങ്കിലും പുതുതായി കടന്നു വരുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ലീഗ് ക്യാമ്പിൽ നിന്ന് സ്വാഭാവികമാവും. ഏറ്റവും തർക്കപ്പെടുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും ആദ്യത്തെ പ്രശ്നം MP-മാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തന്നെയാണ്. അതിലും ഇത്തവണ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണണം. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തി പിറ്റേ ദിവസമാണ് സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥികൾ കളത്തിലുണ്ട്. ഇന്നലെ മുതൽ തന്നെ കളത്തിലുണ്ട്. UDF സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന പശ്ചാത്തലമുണ്ട്. NDA ആകട്ടെ ഈ വളരെ പെട്ടെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള പ്രഖ്യാപനം സമയം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളൊക്കെ നടത്തി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അതിവേഗം കേരളം മുന്നോട്ട് പോവുകയാണ്. ഒരു ഗുണമുണ്ട്, വലിയ ചൂടുണ്ട്. ഈ ചൂടത്ത് അധിക നാൾ വിയർക്കേണ്ടി വരില്ല എന്നൊരു ഗുണം സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേതാക്കളും ഒക്കെയുണ്ട്. അതൊരാശ്വാസമാണ്. വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കഴിയും. കേവലം 3 ആഴ്ച മാത്രമാണ് പ്രചരണത്തിന് കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ചൂടിനെ ഒന്ന് അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് ഈ പറഞ്ഞതുപോലെ 3 ആഴ്ച മാത്രം സഹിച്ചാൽ മതി എന്നൊരു വലിയ ഗുണമുണ്ട്. മറ്റൊരു വാർത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. 31 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് വൈകാതെ പ്രഖ്യാപിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ നാളെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാകും. ഇടഞ്ഞു നിൽക്കുന്ന K. സുധാകരൻ ചർച്ചകൾക്കായി ഡൽഹിയിൽ എത്തുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് എന്നിവരുമായും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് വിഭാഗമുള്ളത്.